പാലിയേറ്റീവ് സെന്ററുകളിൽ നിന്ന് മെഷീൻസ് എടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പുതിയ മെഷീൻ മേടിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ് മെയിനായി പാലിയേറ്റീവ് സെന്ററുകളിൽ നിന്ന് മെഷീൻസ് എടുക്കുന്നത്. നിങ്ങളിങ്ങനെ സിപാപ്പോ ബൈപ്പാപ്പോ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളോ പാലിയേറ്റീവ് സെന്ററുകളിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ബൈപ്പാപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ വീട്ടുകാരത് ചാരിറ്റി പാലിയേറ്റീവ് സെന്ററുകളിലേക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കിട്ടുന്ന മെഷീൻസിന് ചിലപ്പോൾ 4 or 5 ചിലപ്പോൾ അതിലേറെയോ പഴക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ മെഷീൻസിന്റെ പ്യൂരിറ്റിയും അതുപോലെ ബൈപ്പാപ്പിന്റെയും സിപാപ്പിന്റെയൊക്കെയാണ് എയർ ഫ്ലോയും ഒന്നും കറക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ സമയത്തിരക്ക് മൂലം പാലിയേറ്റീവ് സെന്ററുകൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ കഴിയണമെന്നുമില്ല. പാലിയേറ്റീവ് സെന്ററുകളിൽ നിന്നാണ് നിങ്ങൾ ബൈപ്പാപ്പ് സിപാപ്പ് കോൺസെൻട്രേറ്റർ തുടങ്ങിയവ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റായും അതൊരു ടെക്നീഷ്യന്റെ സഹായത്തോടുകൂടി ചെക്ക് ചെയ്ത് മെഷീൻ വർക്കിംഗ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം നിങ്ങൾ മെഷീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചില ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളിൽ അൾട്രാസൗണ്ട് സെൻസറുകളുടെ അഭാവം മൂലം ഓക്സിജൻ പ്യൂരിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്സിജന്റെ പ്യൂരിറ്റി കുറഞ്ഞാലും ഇതിനകത്ത് വാണിങ്ങോ മറ്റു അലാംസോ ഒന്നും വരുന്നില്ല. നമുക്ക് ആ ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേഷൻ കത്തിക്കെടുക്കുകയും ചെയ്യും. നിങ്ങളിങ്ങനെ പാലിയേറ്റീവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ഓക്സിജൻ കോൺസെൻട്രേറ്ററോ ആണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേഷൻ ആണ് കത്തുന്നതെങ്കിലും നിങ്ങൾ ഇടയ്ക്ക് പ്യൂരിറ്റി ഒരു ടെക്നീഷ്യന്റെ സഹായത്തോടെ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബൈപ്പാപ്പ് സിപാപ്പ് മെഷീനുകളിൽ മെഷീൻ്റെ ഉള്ളിലെ എയർ ഫിൽറ്ററുകൾ കാലപ്പഴക്കം മൂലം പൊടിഞ്ഞ് ട്യൂബിനുള്ളിലൂടെ വരുന്ന ഒരവസ്ഥയും കാണാറുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ബൈപ്പാപ്പ് സിപാപ്പുകളാണെങ്കിലും നല്ലൊരു ടെക്നീഷ്യന്റെ സഹായത്തോടെ പരിശോധിച്ച് വർക്കിംഗ് ഫുള്ളി ഫങ്ഷണൽ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പാലിയേറ്റീവ് കെയർ ഓണേഴ്സ് അറിയാൻ നിങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ബൈപ്പാപ്പുകൾ കൃത്യമായ സമയങ്ങളിൽ കാലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ മെഷീന് പ്യൂരിറ്റി ഉണ്ടെന്ന് കൃത്യമായ സമയങ്ങളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം യൂസേഴ്സിന് കൊടുക്കുക. ഞങ്ങളിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒത്തിരി യൂസേഴ്സ് പാലിയേറ്റീവ് സെന്ററിൽ നിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എടുത്തിട്ട് മെഷീൻ ഉപയോഗിച്ചിട്ടും SpO2 ലെവൽ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റുമായി ഞങ്ങളെ സമീപിക്കാറുണ്ട്. ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഭൂരിഭാഗം മെഷീൻസിലും പ്യൂരിറ്റി ഇഷ്യൂസ് ആണ് ഫേസ് ചെയ്യാറ്. അപ്പോൾ പാലിയേറ്റീവിൽ നിന്ന് മെഷീൻസ് എടുക്കുന്നവരും അതുപോലെ പാലിയേറ്റീവ് സെന്ററുകൾ നടത്തുന്നവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന് പ്യൂരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാഗ് മെഡിക്കെയറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്കിവിടെ സീബെഡ് റീഫില്ലിങ്ങും അതുപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ബൈപ്പാപ്പ് സിപാപ്പുകളുടെ എല്ലാവിധ സർവീസും അവൈലബിൾ ആണ്.